2012 ഒക്ടോബറിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുഖംമൂടി ധരിച്ച ഒരു തോക്കുധാരി എൻ്റെ സ്കൂൾ ബസ്സിൽ കയറി "ആരാണ് മലാല?" എന്ന് ചോദിച്ചു. അവൻ എൻ്റെ തലയുടെ ഇടതുവശത്ത് വെടിവെച്ചു. 10 ദിവസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലെ ഒരു ആശുപത്രിയിൽ ഞാൻ ഉണർന്നു. ഡോക്ടർമാരും നഴ്സുമാരും ആക്രമണത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകൾ എൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നു. കഴുത്തിലെ എല്ല് പൊട്ടുകയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയും മുഖത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തളർന്നു പോയതുകൊണ്ടും ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ പിന്നീട് കണ്ടത് അവളുടെ അത്ഭുതകരമായ തിരിച്ചുവരവായിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇത്രയും ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാനാകില്ല. അതെ, മലാല യൂസഫ്. ആരായിരുന്നു മലാല യൂസഫ്? മലാല യൂസഫ്സായി 1997 പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ ജനിച്ചു വളർന്നു. വർഷങ്ങളോളം സ്വാത് താഴ്വര വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. മനോഹരമായ താഴ്വരകളും പർവ്വത ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു സ്വാത് താഴ്വര. അവളുടെ പിതാവ് സിയാഉദ്ദീൻ സ്ഥാപിച്ച അടുത്തുള്ള സ്കൂളിലാണ് മലാല പഠിച്ചത്. മലാല നല്ലൊരു പ്രകൃതി സ്നേഹിയായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ അവൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ 2007 തീവ്രവാദ സംഘടനകൾ കടന്നുവന്ന് താഴ്വരയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ അതിവേഗം മാറാൻ തുടങ്ങി. അതായത് പട്ടണങ്ങളും നഗരങ്ങളും ആക്രമിക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനകൾ അവിടെ പിടിമുറും. അവർ ആളുകളെ സംഗീതം കേൾക്കാൻ അനുവദിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്താൻ അവർ ആളുകളെ അനുവദിക്കുന്നില്ല. വാസ്തവത്തിൽ സ്ത്രീകൾക്ക് ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസവും കിട്ടരുത് എന്ന് അവർ വാദിച്ചു. തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നിടത്തെല്ലാം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് വിലക്കുന്നു. ഇത് പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും പലപ്പോഴും സ്കൂളുകൾ നശിപ്പിക്കുന്നതിനും കാരണമായി. ഇത് തെറ്റാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, വിദ്യാഭ്യാസം നേടാനും സ്കൂളിൽ പോകാനും അവകാശമുണ്ടെന്ന് അവൾ വാദിച്ചു. 2008 11 വയസ്സുകാരി മലാല ഒരു പ്രസംഗം നടത്തി. തീവ്രവാദ സംഘടനകൾ എങ്ങനെ എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ അവകാശം എടുത്തു കളയുന്നു എന്ന്. ഒരു വർഷത്തിനു ശേഷം മലാല ബ്രിട്ടീഷ് വാർത്താ മാധ്യമമായ BBC ഓൺലൈനിൽ ബ്ലോഗിംഗ് ആരംഭിച്ചു. തീവ്രവാദ ഭരണത്തിനു കീഴിൽ ജീവിക്കുന്നത് എന്താണെന്ന് അവൾ ബ്ലോഗ് ചെയ്തു. തീവ്രവാദ സംഘടനകൾ വളരെ അക്രമാസക്തവും ദയയില്ലാത്തതുമായ സംഘടനയായതിനാൽ ഗുൽ മക്കായ് എന്ന വ്യാജ പേരിലാണ് മലാല തൻ്റെ ബ്ലോഗ് എഴുതിയത്. ആരാണ് ബ്ലോഗ് എഴുതിയതെന്ന് സംഘടനകൾ കണ്ടെത്തിയാൽ മലാല വലിയ അപകടത്തിലാകുമായിരുന്നു. എന്നാൽ ആ വർഷം അവസാനം ന്യൂയോർക്ക് ടൈംസ് സ്വാത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ മലാല നടത്തിയ പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കാണിച്ചു. അവൾ ശരിക്കും ഗുൽ മക്കായ് എന്ന ബ്ലോഗർ ആണെന്ന് വീഡിയോ വെളിപ്പെടുത്തി. തീവ്രവാദ സംഘടനകൾ അവളെ അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തു. 2012 മുഖംമൂടി ധരിച്ചെത്തിയ തോക്കുധാരി മലാലയുടെ സ്കൂൾ ബസ്സിൽ കയറി തലയ്ക്ക് വെടിവെച്ചു. മലാല അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാകിസ്ഥാനിൽ ചികിത്സയിലായിരുന്ന അവർ പിന്നീട് കൂടുതൽ ചികിത്സകൾക്കുമായി ഇംഗ്ലണ്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം 6 മാസത്തിനു ശേഷം മലാലയ്ക്ക് സ്കൂളിൽ തിരിച്ചെത്താൻ കഴിഞ്ഞു. എന്നാൽ അവളുടെ ഈ കഥ ലോകമെമ്പാടുമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തിനും പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മലാല പ്രശസ്തിയാർജിച്ചു.
ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ സ്വാധീനം ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിച്ചു. പക്ഷേ അവൾ വളരെ ചെറുപ്പമായിരുന്നു. 2014 മലാലയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ അവൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അവൾ. മലാല അവിടെ നിന്നില്ല. കുട്ടികളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കും വേണ്ടി അവൾ പോരാട്ടം തുടരുന്നു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിക്കുന്ന മലാല ഫണ്ട് എന്ന സംഘടന അവർ സ്ഥാപിച്ചു. പെൺകുട്ടികളുടെ പോരാട്ടങ്ങൾ കേൾക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി എങ്ങനെ നിലകൊള്ളണമെന്ന് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് മലാല ലോകമെമ്പാടും സഞ്ചരിച്ചു. ഇതിനെ അവർ ഗേൾ പവർ ട്രിപ്പ് എന്ന് വിളിച്ചു. അവൾ ലെബനനിൽ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ തുറന്നു. 2016 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. എസ് ഓൾ ഗേൾസ് എന്നാണ് ഇതിൻ്റെ പേര്. 2017 20കാരിയായ മലാലയെ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നാണ് ഓക്സ്ഫോർഡ്. മലാല യൂസഫ്സായിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്ന ചില ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഭയം നിങ്ങളുടെ ധൈര്യത്തെ ഇല്ലാതാക്കരുത്. 2. നമ്മളിൽ മാറ്റം വരുത്താൻ മറ്റാരെയെങ്കിലും കാത്തിരിക്കരുത്. 3. നാം എല്ലാവരും ഒന്നാണെന്നും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. 4. നീതിക്ക് വേണ്ടി പോരാടുക. 5. നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തെ നേരിടുക. 6. അടിച്ചമർത്തിയവരെ എപ്പോഴും സഹായിക്കുക. 7. നിങ്ങളുടെ വഴികളെ ഒരിക്കലും മറക്കരുത്. 8. ലോകത്തെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും സംശയിക്കരുത്. തുടർച്ചയായ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കമന്റ് രേഖപ്പെടുത്തുമല്ലോ.